കാന്തപുരം മുടി വാങ്ങിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിയത് എന്നാണ്. അങ്ങനെ ചെന്നാൽ മുടി കിട്ടുന്ന ഒരു സ്ഥലം ലോകത്ത് നിലവിലുണ്ടോ? നബിയുടെ മുടി കിട്ടുന്ന ഒരു സ്ഥലം? നബിയുടെ മുടി എന്നുള്ള പരാമർശം തന്നെ അവിടെ ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി അല്ല അത് എന്ന് ഞങ്ങൾ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. കാന്തപുരത്തിന്റെ പുത്രൻ എഴുതിയ തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അഹമ്മദ് ഖസ്റജിയുടെ കൈവശം 2 കെട്ട് മുടിയുണ്ട് എന്ന്. കെട്ടുകണക്കിന് മുടിയുണ്ട് എന്ന് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്ന ദുഷ്പ്രചരണമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് കാന്തപുരത്തിന്റെ പുത്രൻ എഴുതിയ തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്. ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് അഹമ്മദ് ഖസ്റജിക്ക് മുടി കിട്ടിയത് കിട്ടിയ സ്ഥലത്ത് 2 കെട്ടുകൾ തന്നെയുണ്ട് അവിടെ. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറെ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെയുണ്ട് അവിടെ. ഇങ്ങനെ 2 കെട്ടുകൾ ഉണ്ട് എന്ന് എഴുതിയത് ഞങ്ങളല്ല. 2 കെട്ടുകളുണ്ട് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ എഴുതുകയും അദ്ദേഹം അവിടെ നിന്ന് വാങ്ങിയ ഒരു മുടി പ്രദർശിപ്പിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നാണ് താങ്കളുടെ ആരോപണം. അതെ, വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളും താങ്കളുടെ സംഘടനയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെതിരെയും മകനെതിരെയും ഉന്നയിക്കുന്ന ആരോപണം ഇസ്ലാമിക ദൃഷ്ട്യാ ഗുരുതരമായ ആരോപണമാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവർ കാണിക്കുന്നത് കപടവിശ്വാസമാണ്, മുനാഫിക്കുകളുടെ ലക്ഷണമാണ് ഇതൊക്കെ. തീർച്ചയായും ഇത് കേവല ആരോപണമല്ല, തെളിവുകളുടെ പിൻബലത്തോടു കൂടിയുള്ള വസ്തുതയാണ്. നേരത്തെ സൂചിപ്പിച്ചതായ വസ്തുതകളിലേക്ക് കൂടി വിഷയം കടന്നു പോവുകയാണ്. ഒന്ന്, കാടടിച്ചുകൊണ്ട് ആക്ഷേപിക്കുക, കാടടിച്ച് വെടിവെക്കുക എന്നുള്ള രൂപത്തിൽ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു ഭാഗം മറുഭാഗത്തുണ്ട്. അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് പറയുമ്പോഴേക്കും അംഗീകരിക്കുവാൻ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാനുള്ള മറ്റൊരു ടീം മറുഭാഗത്തുമുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മധ്യമ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കച്ചവട താല്പര്യം മാത്രമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ക്ഷോഭം ഉണ്ടെങ്കിലും അതല്ലാതെ ഇവിടെ മറ്റൊന്നും സൂചിപ്പിക്കാനില്ല. കാരണം അഹമ്മദ് ഖസ്റജിയുടെ കുടുംബത്തിൽ അങ്ങനെ മുടിയില്ല എന്ന് പറഞ്ഞത് അഹമ്മദ് ഖസ്റജിയുടെ സഹോദരനായ ഹസൻ ഖസ്റജിയാണ്. ചരിത്രത്തിന്റെ പിൻബലത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഖസ്റജി കുടുംബത്തിൽ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്തുകൊണ്ട് വന്ന ഒരു മുടി കാണിച്ചു തരാൻ സാധ്യമാകുന്നില്ലല്ലോ. അഹമ്മദ് ഖസ്റജിയുടെ പിതാവ് മുഹമ്മദ് ഖസ്റജിയുടെ കയ്യിലോ അദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ ഖസ്റജിയുടെ കയ്യിലോ അങ്ങനെ ദുബായ് ഈ പറഞ്ഞത് UAE കേശം കൈമാറ്റം ചെയ്തതായിട്ട് കാണുക സാധ്യമല്ല. എന്നിട്ടും പറയുന്നു രേഖയുണ്ട് എന്ന്. രേഖ എവിടെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ കൈവശമില്ല, തന്ന ആളോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാകുകയും ചെയ്യുന്നു. വ്യക്തമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളതും അത് തന്നെയാണ്. ഈ രേഖയുണ്ട് എന്ന് പറയുന്ന ആ രേഖ ഞങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയെങ്കിലും അതൊന്ന് സംഘടിപ്പിച്ചു തന്നാൽ കേവലം അതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ച പഠനങ്ങൾ നടത്താവുന്നതാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ളതായ കപട നാടകങ്ങൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പറയുന്ന പദത്തിൽ ഒരു പക്ഷേ ഈ ഘനം കൂടി പോകുന്നത്, പ്രയോഗിക്കുന്ന പദങ്ങളിൽ ഘനം കൂടി പോകുന്നത് വിഷയത്തിന്റെ ഗൗരവവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.